ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പൊറോട്ട, അപ്പം, അതുപോലെ എല്ലാത്തിലേക്കും, അതുപോലെ തന്നെ ഗീ റൈസ്, ഇതിലേക്കൊക്കെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീഫ് കൊണ്ടുള്ള ഡിഷാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഒരു ബീഫ് കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 3/4 കിലോ ബീഫ് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് വേവിക്കുന്നത് പ്രഷർ കുക്കറിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കൂട്ടത്തിലൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയാണ് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തത്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയുള്ളി കൂടെ ചതച്ചെടുത്താണ് ചേർക്കേണ്ടത്. ചെറിയുള്ളി ഞാനിവിടെ ഒരു 25ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ ഒരു 1 ടീസ്പൂൺ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി ഭാഗം ഞാനിവിടെ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കി പ്രിപ്പറേഷൻ വരുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് നീളത്തിൽ ഇതുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. ഒരു പിടി തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ബീഫിൽ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതേ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമ്മളിതൊരു പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ അടുപ്പൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ ഒരു മൺകുടുക്കയിലൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതായത് ബീഫ് സാധാരണ നമ്മൾ മൺകുടുക്കയിൽ നന്നായിട്ട് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് വേവിച്ചെടുക്കുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ ഈ ഒരു പ്രഷർ കുക്കറിൽ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനിവിടെ പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ഈ ഒരു ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഈ ഒരു മൺചട്ടിയിലുള്ള മസാലയിൽ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രഷർ കുക്കറിൻ്റെ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഒരു 5 വിസിൽ വരുന്നവരെയാണ് ഈ ഒരു ബീഫ് വേവിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ ഇതിൻ്റെ അനുസരിച്ചിട്ട് ബീഫ് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു ബീഫ് വേവായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് ഇതേ രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സവാള ഫ്രൈ ചെയ്തിട്ട് എടുക്കാറില്ല. അതേ രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെ, നല്ലൊരു കളറൊക്കെ ആയി വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. ഇതേ രീതിയിൽ ഈ ഒരു കളറായിട്ട് വരുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇത് ഓയിലിൽ നിന്നും കോരി എടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഈ ഒരു സെയിം ഓയിലിലേക്ക് തന്നെയാണ് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓയിൽ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ ഇതുപോലെ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ മതിയാകും. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂണോളം നമ്മുടെ വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചുള്ള നമ്മുടെ ചെറിയുള്ളി ചതച്ചെടുത്തിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 6-7 അല്ലി ചെറിയുള്ളി ചതച്ചെടുത്ത് ചേർത്തിയാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ 4 ഏലക്കയും 2 ചെറിയ കഷ്ണം പട്ട കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചിട്ട് എടുക്കുകയാണ്. സാധാരണ നമ്മൾ വറുത്തെടുക്കുന്ന രീതിയിൽ നല്ലൊരു കളറൊക്കെ മാറി കിട്ടുന്നവരെ ഒന്ന് ഇതേ രീതിയിലൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇതിനൊന്ന് മൂപ്പിച്ചെടുത്ത് ആ ഒരു വറുത്തെടുക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ചേർത്തിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയല്ല കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കുന്നതല്ല, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ പൊടിച്ചെടുത്ത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിലുള്ള ബീഫ് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ അധികം കുറച്ച് കൂടുതലായിട്ട് കറി ഇരിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മളിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ എടുത്തുള്ള മൺചട്ടിയിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് ഈ ഒരു ചാറോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ രീതിയിലൊന്ന് തിള വന്ന് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പൊടിച്ചെടുത്തുള്ള ആ ഒരു തേങ്ങയുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരുപാടൊന്നും ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാണ്.
ഈ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ 2-3 മിനിറ്റ് വീണ്ടും ഇതിനൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കൂടെ കുക്ക് ചെയ്യാണ്. അപ്പോൾ അത് 2-3 മിനിറ്റിന് ശേഷം നന്നായിട്ട് നമ്മൾ ആ ഒരു ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു കറിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് റെഡ്യൂസ് ആയിട്ട് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത്, അതായത് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സവാള ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പോ അതല്ലെങ്കിൽ ഇപ്പോൾ എരിവിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഈ ഒരു സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. സവാള ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തുള്ള കറി നന്നായിട്ട് തന്നെ തിക്കായിട്ട് ഇനി ഇത് ചൂട് പോയി കഴിയുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നമ്മുടെ പൊറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. അതുപോലെ തന്നെ അപ്പം, ഗീ റൈസ് ഇതിലേക്കൊക്കെ തന്നെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്